ഞാനും മിച്ചും കൂടി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളിനെ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതാരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഞാനാക്കി മാറ്റിയ എൻ്റെ ഏറ്റവും വലിയ ബാക്ക് സപ്പോർട്ടിൽ ഒരാളാണ്. അതായത് ഒന്ന് എൻ്റെ ഹസ്ബൻഡും പിന്നെ അത് കഴിഞ്ഞാൽ ഇവളുമാണ്. കാരണം അവളെനിക്ക് എൻ്റെ ലൈഫിൽ അവളില്ലായിരുന്നെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ആ ഒരു പാർട്ട് തന്നെ ആയിരിക്കും. കാരണം എൻ്റെ ഏറ്റവും വലിയ ബാക്ക് സപ്പോർട്ടാണ്. എന്നെ ഞാനാക്കി മാറ്റിയതും അവൾ തന്നെയാണ്. കാരണം നമ്മൾ പറയില്ലേ, അതായത് കൂട്ടുകാരിയായി വന്ന് കൂടപ്പുറപ്പായിട്ട് മാറി, അതായത് നമ്മുടെ ഒരു ഫോൺ കോളോ അല്ലെങ്കിൽ ഒരു മെസ്സേജോ ഇല്ലെങ്കിൽ എന്ത് പറ്റി നിനക്കെന്ന് ചോദിച്ച് വരാനുള്ള ആ ഒരാൾ എൻ്റെ ലൈഫിൽ അവളാണ്. അവൾക്ക് ഫേസ് റിവീൽ ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ യൂട്യൂബിൽ ഇടുന്നില്ല. എന്നെ അടുത്തറിയാമെന്നുള്ള എല്ലാവർക്കും അറിയാം അതാരാണെന്ന്. അവൾക്കൊരു മോളാണ്. അവളും മിച്ചുവും അതായത് അവരും നമ്മുടെ അതേ സൗഹൃദം കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നെന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. അവർ ഭയങ്കര കൂട്ടാണ്, മിച്ചുവും നച്ചും. അവരെ നമ്മൾ ലുലുവിൽ വെച്ചിട്ടാണ് കണ്ടത്. പിന്നെ ഫണ്ടൂറയിൽ കൊണ്ടുപോയി കുറേ കളിപ്പിച്ച് നല്ല അടിപൊളി ഡേ ആയിരുന്നു ഇന്ന്. ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് ഇവളുടെ കൂടെ വരുമ്പോഴാണ്. അത് ഞാൻ ഇന്ന് നന്നായിട്ട് എൻജോയ് ചെയ്യുകയും ചെയ്തു. മിച്ചുവിന് ഈ ഒരു സാധനത്തിൽ കയറാൻ വേണ്ടിയിട്ട് നല്ല പേടിയുണ്ടായിരുന്നു. നെച്ചുവിന് നല്ല പേടിയായിരുന്നു. പക്ഷേ കയറി കഴിഞ്ഞപ്പോൾ അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇനിയും കയറണം എന്നാണ് പറഞ്ഞത്. ഞാൻ കരുതി ചിലപ്പോൾ കരയുമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ അതിൽ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഇനിയും കയറണം ഉമ്മയെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡിന് വേണ്ടിയിട്ട് ഫുഡ് ഓർഡർ ചെയ്തിട്ട് നമ്മൾ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അതിനിടയ്ക്ക് നമ്മൾ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഒരു നല്ല വെയിലുള്ളൊരു സ്ഥലത്താണ് വന്നിരുന്നത്. പക്ഷേ എന്നാലും ഫുഡ് നല്ലതായതുകൊണ്ട് നമുക്ക് നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കാൻ പറ്റി. ബിരിയാണി ഉണ്ടായിരുന്നു, KFC ഉണ്ടായിരുന്നു, പിന്നെ ഫലൂഡ ഉണ്ടായിരുന്നു, ജ്യൂസ് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ KFC മാത്രമേ ഇച്ചിരി ഫ്ലോപ്പായിപ്പോയി. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ലതായിരുന്നു. പിന്നെ നമ്മൾ അതിന് ശേഷം ഒരു വാച്ച് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ കയറി. പിന്നെ വാച്ചെടുത്തു. ആ ടൈമിൽ വാച്ചെടുത്ത് കഴിഞ്ഞിട്ട് മിനിസോയിൽ കയറി കുറച്ച് സാധനങ്ങളെടുത്ത് പിന്നെ അതിന് ശേഷം ഹൈപ്പറിൽ വന്ന് ഹൈപ്പറിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ വീട്ടിലോട്ട് എടുത്ത് തിരിച്ചു പോയി.